റഷ്യയുടെ അതിർത്തി കടന്ന് കുർസിക് മേഖലയിലേക്കുള്ള യുക്രൈന്റെ കടന്നുകയറ്റവും റഷ്യൻ ഗ്യാസ് കേന്ദ്രത്തിന് നേർക്ക് ഉയർത്തിയ ഭീഷണിയുമെല്ലാം ഇപ്പോൾ ബൂമറാങ് പോലെ യുക്രൈന്റെ നേരേക്ക് തിരിഞ്ഞു വന്നിരിക്കുകയാണ്. 2022 സെപ്റ്റംബറിൽ ബാൾട്ടിക് കടലിലെ നോർഡ് സ്ട്രീം അണ്ടർവാട്ടർ ഗ്യാസ് പൈപ്പ് ലൈനുകളിൽ ബോംബാക്രമണം നടത്തിയതിനു ശേഷം അമേരിക്കയുടെ വാക്കും കേട്ട് ടർക്ക് സ്ട്രീം ഗ്യാസ് പൈപ്പ് ലൈൻ ലക്ഷ്യമിടാൻ ഒരുങ്ങിയ യുക്രൈന് മാനം പോയത് മിച്ചം. റഷ്യയിലെ ക്രോസ്നോദോർ മേഖലയിലെ ഗൈകോട്സോർ ഗ്രാമത്തിന് സമീപമുള്ള ഗ്യാസ് കംപ്രസർ സ്റ്റേഷനിൽ 9 കാമിക്കേസ് ഡ്രോണുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി യുക്രൈൻ നടത്തിയ ആക്രമണം റഷ്യ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തു എന്ന് പറയാം. കരിങ്കടലിലൂടെ തുർക്കിയിലേക്കും മറ്റ് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും റഷ്യൻ പ്രകൃതിവാതകം എത്തിക്കുന്ന ടർക്ക് സ്ട്രീം പൈപ്പ് ലൈനിന്റെ പ്രവർത്തനത്തിന് നിർണായക പങ്കുവഹിക്കുന്ന കേന്ദ്രമാണ് ഇവിടം. ആക്രമണത്തിന് പിന്നിൽ അമേരിക്ക ആണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവ് ആക്രമണത്തിന് പിന്നാലെ തന്നെ വ്യക്തമാക്കിയതുമാണ്. യൂറോപ്പിന്റെ ഊർജ്ജ സുസ്ഥിരതയെ തകർക്കുന്ന നടപടിയെ അമേരിക്ക പ്രോത്സാഹിപ്പിക്കുന്നതായും ലാവ്റോവ് ആരോപിക്കുകയുണ്ടായി. യുക്രൈനെ മുൻനിർത്തി യൂറോപ്യൻ യൂണിയന്റെ ഊർജ്ജക്ഷേമത്തെ നശിപ്പിക്കുന്ന ഭീകരാക്രമണങ്ങൾ നടത്താനാണ് അമേരിക്ക പദ്ധതിയിടുന്നതെന്നും ലാവ്റോവ് കുറ്റപ്പെടുത്തിയിരുന്നു. രാജ്യത്ത് കയറി കളിച്ച യുക്രൈനും അമേരിക്കയ്ക്കും ഇപ്പോൾ യുക്രൈന്റെ സൈനിക വ്യാവസായിക സമുച്ചയത്തെ പോഷിപ്പിക്കുന്ന യുക്രൈനിലെ ഗ്യാസ് എനർജി സമുച്ചയങ്ങൾക്കെതിരെ സംയുക്ത ആക്രമണം നടത്തിക്കൊണ്ടാണ് റഷ്യ മറുപടി കൊടുത്തിരിക്കുന്നത്. ജനുവരി 15 പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും റഷ്യൻ സേന ലക്ഷ്യം കൈവരിച്ചതായിട്ടും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു. റഷ്യക്കുള്ളിലെ ടർക്ക് സ്ട്രീം ഗ്യാസ് പൈപ്പ് ലൈൻ നശിപ്പിക്കാൻ ശ്രമിച്ചതിന് പകരമായി യുക്രൈനിന്റെ ഊർജ്ജ വിതരണ കേന്ദ്രം ലക്ഷ്യമിടുന്നതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല എന്നാണ് റഷ്യൻ സ്റ്റേറ്റ് ഡുമ ഡിഫൻസ് കമ്മിറ്റി ചെയർമാൻ ആൻഡ്രി കാർട്ടോപോളേവ് മാധ്യമങ്ങളോട് പറഞ്ഞത്. യുക്രൈനിലെ ഖമെൽനിസ്കി, വിൻസ, ഇവാനോ ഫെൻഗ്രോവസ്, എൽവിവി, ഖാർക്കോ മേഖലകളിലാണ് ആക്രമണം നടന്നത്. പിന്നാലെ വിവിധ മേഖലകളിലും പ്രദേശങ്ങളിലും അടിയന്തര വൈദ്യുതി തടസ്സമുണ്ടായതായിട്ടും യുക്രൈൻ ഊർജ്ജ കമ്പനിയായ ഉർഗാനോ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. റഷ്യയുടെ ബ്രയാൻസ്ക് മേഖലയിൽ നടത്തിയ ആക്രമണത്തിനും യുക്രൈന് വലിയ നാണക്കേടാണ് ഉണ്ടായത്. റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തോട് കിടപിടിക്കാൻ പോയിട്ട് ഒടുക്കം മാനം പോയതല്ലാതെ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളൊന്നും കൈവരിക്കാൻ വ്ളാഡിമിർ സെലൻസ്കിയുടെ കൂലിപ്പടയാളികൾക്കായില്ല എന്ന് പറയാം. അമേരിക്കൻ നിർമ്മിത 6 ITCMS മിസൈലുകളും 6 ഫ്രാങ്കോ ബ്രിട്ടീഷ് സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈലുകളുമാണ് റഷ്യയിലേക്ക് യുക്രൈൻ തൊടുത്തുവിട്ടത്. 30-ലധികം ഫിക്സഡ് വിംഗ് കാമിയോക്കേസ് ഡ്രോണുകളും ആക്രമണത്തിൽ ഉപയോഗിച്ചു. എന്നാൽ തങ്ങളുടെ വ്യോമ അതിർത്തി കടന്നെത്തിയ മിസൈലുകളും ഡ്രോണുകളും തകർത്തതായിട്ടാണ് റഷ്യൻ വ്യോമ പ്രതിരോധ സേന വ്യക്തമാക്കിയത്. ക്രിമിയൻ പെനിൻസുല ലക്ഷ്യമിട്ട് കരിങ്കടലിന് മുകളിലൂടെ പോയ 2 സ്റ്റോം ഷാഡോ മിസൈലുകളും വെടിവെച്ചിട്ട കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സമാധാന ചർച്ചകൾക്ക് ചൂടുപിടിക്കുന്നതിനിടയിലുള്ള റഷ്യ യുക്രൈൻ സംഘർഷത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസമാണിത്. ഒരു വശത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുഖാന്തരം സമാധാനത്തിന് ശ്രമിക്കുന്നു എന്ന് പറയുന്ന യുക്രൈൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കിയുടെയും അമേരിക്കയുടെയും ഇരട്ടത്താപ്പ് നയത്തിനേറ്റ തിരിച്ചടിയാണ് ബ്രാൻസ്കിയിലും യുക്രൈനിലെ ഗ്യാസ് എനർജി സമുച്ചയങ്ങൾക്കുമെതിരെയും ഉണ്ടായിരിക്കുന്നത്. ഇൻകമിംഗ് വാർഹെഡുകളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത A135 ആന്റി ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റം ഉൾപ്പെടെയുള്ള ഒരു അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനമാണ് റഷ്യക്കുള്ളത്. മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള യുക്രൈൻ വിക്ഷേപിച്ച എല്ലാ പ്രൊജക്ട് ലൈറ്റുകളും റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി തടഞ്ഞുവെന്ന് റഷ്യൻ സൈന്യം അറിയിച്ചു. ബ്രയാൻസ്ക് മേഖലയിൽ അടുത്തിടെ ഉണ്ടായ ആക്രമണത്തിൽ നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായിട്ടാണ് വിവരം. ഗവർണർ അലക്സാണ്ടർ ബെഗോമാവസ് പറയുന്നതനുസരിച്ച് 42 വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. വെടിവെച്ച മിസൈലുകളിൽ നിന്നുമുള്ള അവശിഷ്ടങ്ങൾ വീടുകളിൽ ഒരെണ്ണം പൂർണ്ണമായും നശിച്ചു. ആർക്കും പരിക്കുകളില്ല എന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രയാൻസ്ക് മേഖലയിലെ ആക്രമണം യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചത് സെൽറ്റാസോ നഗരത്തെയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ വിതരണം ചെയ്ത ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യൻ മണ്ണിൽ യുക്രൈൻ കഴിഞ്ഞ ആഴ്ചകളിൽ ഉടനീളം ദീർഘദൂര ആക്രമണം ശക്തമാക്കിയിരുന്നു. അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള യുക്രൈന്റെ പാശ്ചാത്യ പിന്തുണക്കാർ റഷ്യക്കെതിരായ യുദ്ധത്തിൽ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ നീക്കിയതോടെയാണ് ആക്രമണങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഡൊണേറ്റ്സ്ക് പീപ്പിൾ റിപ്പബ്ലിക്കിലെ
ടെറാറ്റിടെക്സ് പട്ടണത്തിൽ മുന്നിൽ 2/3 ഭാഗവും റഷ്യൻ സൈന്യം മോചിപ്പിച്ചതായിട്ടും പ്രാദേശിക തലവന്മാർ ഡെനിസ് പുഷ്ലിൻ റഷ്യൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ടെറാറ്റിടെക്സ് പൂർണ്ണമായിട്ടും മോചിപ്പിക്കപ്പെടുന്നതോടെ ഗോർലോവ് നഗരത്തിലെ യുക്രൈൻ ഷെൽ ആക്രമണം കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടെററ്റ്നെസ്കിന്റെ വിമോചനം അടുത്തുള്ള ഗർലോവിലെ സുരക്ഷാ സാഹചര്യത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താനാണ് സാധ്യത. ഡൊണറ്റെക്സ് പീപ്പിൾ റിപ്പബ്ലിക്കിനെ മുഴുവൻ അഭിമുഖീകരിക്കുന്ന ഒരു തന്ത്രപ്രധാനമായ പോയിന്റ് ആയതിനാൽ റഷ്യൻ സൈന്യത്തിന്റെ ടെററ്റ്നെക്സ് നഗരത്തിന്റെ വിമോചനവും നിർണായകം തന്നെ. എന്തായാലും സമാധാന ശ്രമങ്ങൾക്കായി ഒരു വശത്ത് മുറവിളി കൂട്ടുന്നതിനിടെ മറുവശത്ത് റഷ്യക്കെതിരെ ആക്രമണങ്ങൾക്ക് കളമൊരുങ്ങുന്ന യുക്രൈനും അതിന് ചുക്കാൻ പിടിക്കുന്ന അമേരിക്കയും ഇനിയും അങ്ങനെ കണ്ണിൽ പൊടിയിട്ട് കളിക്കാമെന്ന് മുതിരുന്നെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലുണ്ടായ ഏറ്റവും വലിയ കരയുദ്ധത്തിന്റെ ക്ലൈമാക്സ് 2025 യുക്രൈൻ പതനത്തോടെ ആയിരിക്കുമെന്ന് ഓർത്താൽ ഒന്ന് നന്ന്.